വിശ്വഗായകൻ മുഹമ്മദ് റഫിയുടെ 46-ാം ചരമവാർഷിക ദിനമാണ് ഈ വരുന്ന ജൂലൈ 31. അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ ഗാനങ്ങൾ അനവധി വേദികളിൽ അതിഗംഭീരമായി ആലപിച്ച ശ്രീ ഉസ്മാൻ കോഴിക്കോടാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ആജ് കി രാത് മേരെ ദിൽ കി സലാമി ലേ ലേ, ദിൽ കി സലാമി ലേ ലേ, കൽ തെരി ബാത് മുസ്സെ ദീവാന ചലാ ജായേഗാ, शम्म रह जाएगी परवाना चला जाएगा, आज की रात मेरे दिल की सलामी ले ले, दिल की सलामी ले ले. റഫി സാബിൻ്റെ പാട്ടുകളോടെയാണ് താങ്കളെ ലോകം അറിയുന്നത്. ലോകം ഇല്ല, എന്നാലും ആസ്വാദകർ അറിയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് റഫി സാബിൻ്റെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടുന്ന കേരളത്തിലെ ഒരു ഗായകരിൽ ഒരാളാണ്. എങ്ങനെയാണ് ഈ രംഗത്തേക്ക് ഇങ്ങനെ ഈ റഫി സാബിൻ്റെ പാട്ടുകൾ മാത്രം തിരഞ്ഞെടുക്കാൻ കാരണം എന്താ? റഫി സാബിൻ്റെ പാട്ടുകളാണ് കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അന്ന് മറ്റേ സിലോൺ റേഡിയോ ഉള്ള ആ ടൈമിൽ. അപ്പോൾ അതിന് കൂടുതലും സിലോണിൽ റഫി സാബിൻ്റെ ഗാനങ്ങളാണ് ഉണ്ടാവുക. അപ്പം അതിങ്ങനെ കേൾക്കുമ്പോൾ അതിനോടുള്ള താല്പര്യം അങ്ങനെ വന്ന്, പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ചാവുമ്പോൾ ദോസ്തിയിലെ ഗാനങ്ങൾ അതൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ പാടിയത്. അപ്പം അതിൽ ചാവുമ്പോൾ ഗാനം പാട്ടൊക്കെ പാടി അങ്ങനെയൊക്കെയാണ് ഇതിലേക്ക് ഇങ്ങനെ വരുന്നത്. ആദ്യം ചെറുപ്പത്തിലെ പാട്ട് പഠിച്ചിട്ടുണ്ടോ? അല്ലല്ല, അത് കുറേ കഴിഞ്ഞ ശേഷമാണ് മ്യൂസിക് പഠിക്കുന്നത്. നമ്മളെ മറാഠ മാഷടുത്ത്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് ആയിട്ട് പിന്നെ വിജയ് സുർസേൻ എന്ന് പറഞ്ഞ ഒരു തിരുവനന്തപുരത്തുള്ളതാണ്, പൂനെ ആണ് മൂപ്പരെ പഠിപ്പിക്കുന്ന സ്ഥലമൊക്കെ. അപ്പോൾ കോഴിക്കോട് വരുത്തുന്നുണ്ട്. അപ്പം മൂപ്പരുടെ അടുത്ത് കുറേ ഒരു 4-5 കൊല്ലം അങ്ങനെ പോയിട്ടുണ്ട്. ഈ മറ്റേ പഠിച്ചത് എന്താണ് ശരിക്കും? ശാസ്ത്രീയ സംഗീതം ഹിന്ദുസ്ഥാനിയാണ് പഠിച്ചത്. ക്ലാസിക്കൽ എന്നല്ല? ക്ലാസിക്കൽ തന്നെ, ക്ലാസിക്കലാണ് അതിൻ്റെ ബേസിക്കൽ. ആരാണ്, ഏത് പ്രായത്തിലാണ്? അതിപ്പോൾ ഒരു 40 വയസ്സ് അപ്പോഴൊക്കെയാണ് തുടങ്ങുന്നുള്ളൂ മ്യൂസിക് പഠിക്കാൻ. മ്യൂസിക് പഠിക്കുന്നു തുടങ്ങുന്നുള്ളൂ. അപ്പം അതിനു മുമ്പൊക്കെ കേട്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അത് പിന്നെ ആ ജനിച്ചോളം നാട് അങ്ങനെ ഒരു അങ്ങനത്തെ കോഴിക്കോടാണല്ലോ. അപ്പം പിന്നെ അതിനോട് താല്പര്യമുള്ള ആളുകളാണ്. ശരിക്കും അവിടെ കോഴിക്കോട് എവിടെയാ? കോഴിക്കോട് മാത്തോട്ടായിരുന്നു ആദ്യം. ഇപ്പം നല്ലോളം ഭാഗത്താണ് താമസിക്കുന്നത്. നമ്മളെപ്പോഴും ബന്ധങ്ങൾ കോഴിക്കോടാണ്. അവിടെയൊക്കെ മാളിൻ്റെ മുകളിലൊക്കെ റൂമിൽ പെട്ടിയും തവലും വെച്ചിട്ട് അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടല്ലോ. തുടക്കം എങ്ങനെയാ? സിനിമ പാട്ടാണോ അതോ? തുടക്കം പിന്നെ ദാസേട്ടൻ്റെ പാട്ടൊക്കെ ഇങ്ങനെ പാടിയിട്ടാണ്. അങ്ങനെ കുയിലിൻ്റെ മണിനാഥം എന്നൊക്കെ പറഞ്ഞു. കുയിലിൻ്റെ മണിനാഥം കേട്ടു കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു, കുറുമൊഴിമുല്ല പൂങ്കാറ്റിൽ 2 കുവലയപ്പൂക്കൾ വിളർന്നു, കുയിലിൻ്റെ മണിനാഥം കേട്ടു. MK അർജുന മാഷാണ് സംഗീതം അല്ലേ? പിന്നെ വി എൻ കുട്ടി മാഷ കൂടെ ഏറ്റവും കൂടുതൽ പാട്ട് കൂടുതലും ചാങ്കം മൂപ്പര് പാടിക്കല്. ചാങ്കം ആ പാട്ടുകൾ ദോസ്തിയിലെ മാപ്പിളപ്പാട്ടുകളിൽ ഏതാ? മാപ്പിളപ്പാട്ടില് പിന്നെ കാഫുമല കണ്ട പൂങ്കാറ്റ് അങ്ങനെയുള്ള പാട്ടൊന്ന്. കാഫുമല കണ്ട പൂങ്കാറ്റ് കാണിക്ക നീ കൊണ്ടുവന്നാട്ട്, കാരയ്ക്ക കായ്ക്കുന്ന നാടിൻ്റെ മധൂറും കിസ്സ പറഞ്ഞാട്ട്. ഈ മലയാള പാട്ടുകൾ തന്നെ യേശുദാസിൻ്റെ അല്ലാതെ വേറെ ആരുടെങ്കിലും പാട്ടുകൾ അങ്ങനെ? പിന്നെ ചന്ദനത്തിൽ ജയചന്ദ്രൻ്റെ പാട്ട് അതൊക്കെ ഗാനമേള വേദികളൊക്കെ പാടാറുണ്ടായിരുന്നു. അത് കുറെ എത്ര കാലം അത്
സ്കൂളിലൊക്കെ പഠിച്ച് ഒരു 10-20 വയസ്സ് ആ ടൈമിൽ ആ സമയത്ത്. അപ്പൊ ശരിക്കും ഇത് പഠിക്കാതെ തന്നെ വേദികളിലൊക്കെ കയറി പാടി പാടുണ്ട്. പക്ഷെ അന്നൊന്നും ഈ സംഗീതത്തിനെ പറ്റി ആർക്കും പരിചയമില്ലല്ലോ. ഇന്നിപ്പോ ഏത് കുട്ടികൾക്കും കുട്ടി ജനിക്കുമ്പോൾ തന്നെ പാട്ട് പഠിച്ചിട്ടാണ്. അപ്പോൾ എന്ത് തെറ്റിയാലും പറയും, കുട്ടികൾ പറയും. അന്ന് തെറ്റിയാൽ പറഞ്ഞുതരാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അല്ലാതെ ആരും തെറ്റങ്ങനെയാണ് ചൂണ്ടിക്കാട്ടൊന്നുമില്ല. ഗൾഫിലൊക്കെ പാടിയുണ്ടോ? ഗൾഫിലിപ്പം പിന്നെ കഴിഞ്ഞ കൊല്ലം ദുബായ് ഇവിടെ ദുബായിലും പോയിന്. പിന്നെ മസ്കത്ത്, അത് അക്ബർ ട്രാവൽസിന്റെ ഓരോ കെയർ ഓഫില് മൂപ്പര് നടത്തുന്നത്. അവിടെ പാടിയ റഫി സാഹിബിന്റെ ഏറ്റവും മറ്റേ പാട്ട് ഏതാ? ഏറ്റവും പർദാ शबाब पे मैं जरा सी शराब फेंकूंगा, किसी हंसी की तरफ ये गुलाब फेंकूंगा. पर्दा है 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 पर्दा पर्दा है पर्दा, पर्दे के पीछे पर्दा नशी है, पर्दा नशी को बे पर्दा न कर दूं तो अकबर मेरा नाम नहीं है. ഈ റഫി നൈറ്റ് ഉണ്ടാകാം കോഴിക്കോട്, അത് സ്ഥിരമായിട്ട് പങ്കെടുക്കും. ഇപ്പോൾ 23-ന് റഫി നൈറ്റ് ഉണ്ട്. ഈ മാസം 31-ാം തീയതിയുള്ള ചരമവാർഷികം. അപ്പോൾ 23-ാം തീയതിയാണ് പല കമ്പനിക്കാരും വെക്കുന്നുണ്ട്, പല ക്ലബ്ബുകാരും. കോഴിക്കോട് വെച്ചിട്ട് തന്നെയാണ് കല എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മ. എൻ്റെ ബോഷറൊക്കെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇതിൽ കഴിഞ്ഞ തവണ ഈ പിന്നെ മനോരമ നടത്തിയ അവിടുത്തെ ഒരു പരിപാടി, ഈ ഹോർത്തൂസ് പരിപാടിയിൽ അന്നും പാടിയത്, കോഴിക്കോട് പാടിയതും ഈ റഫി സാബിൻ്റെ ഗാനങ്ങൾ ഞാൻ. പിന്നെ മുകേഷിൻ്റെ പാടാനുണ്ടായിരുന്നു വേറെ ആള്, പിന്നെ മലയാളം പാടാൻ വേറെ ആളുണ്ടായിരുന്നു. ഈ പ്രമുഖ ഗായകരുടെ കൂടെ വേദി പങ്കിട്ടുണ്ടോ? ഇപ്പം ജയചന്ദ്രൻ പാടിയുണ്ട്. പി ജയചന്ദ്രൻ്റെ കൂടെ. ഗൾഫിലാണ്? അല്ലല്ല, ഇവിടെ നാട്ടിൽ തന്നെ, നമ്മളെ മദ്രാസിൽ നിന്നായിരുന്നു. മദ്രാസ്. പിന്നെ വേണുഗോപാൽ, ജീവനോപാൽ, അത് പിന്നെ അങ്ങാടിപ്പുറം അവിടെ ഉണ്ടൊരു ഹാള്, അവിടെ വെച്ചിട്ട് അന്ന് പർദാ ഭഗവാന് ഉദുനിയാക്കിരക്കോലെ അങ്ങനെ. പിന്നെ ഇതേമാതിരി ചാവുമ്പത്തെ കുറേ റഫ്സാൻ്റെ റയർ സോങ്ങുകളൊന്നും അങ്ങനെ പാടില്ല, കാരണം പാടിയാൽ ഓഡിയൻസിന് ഇഷ്ടാവില്ല. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടിനോടാണ് ആളുകൾക്ക് താല്പര്യം. അപ്പോൾ മെയിനായിട്ട് ഭഗവാൻ അത് പാടുമ്പോഴാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം. ഭഗവാൻ 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 ओ दुनिया के रखवाले, सुन दर्द भरे मेरे नाले, सुन दर्द भरे मेरे नाले. आस निराशिक दो रंगों से दुनिया तूने सजाई, नैया संग तूफान बनाया, मिलन के साथ जुदाई. जा देख लिया हर जाई, ओ लुट गई मेरे प्यार की नगरी, अब तो नीर बहाले, अब तो नीर बहाले. ओ अब तो
बहा ले, ओ दुनिया के रखवाले, महल उदास और गलियां सोनी, चुप चुप है दीवारे, दिल क्या उजड़ा दुनिया उजड़ी, रूठ गई है बहारें, हम जीवन कैसे गुजारे, ओ मंदिर गिरता फिर बन जाता, दिल को कौन संभाले, हो दुनिया के रखवाले, सुन दर्द भरे मेरे नाले, सुन दर्द भरे मेरे नाले, ओ दुनिया के रखवाले, 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 रखवाले. താങ്ക്സ്. നന്നായി പാടും. ഈ ഗുരുനാഥന്മാരിൽ ഏറ്റവും നമ്മൾ പിന്നെ ഓർമ്മയിൽ നിൽക്കുന്നതല്ല, എല്ലാ ഗുരുനാഥന്മാരും ഓർമ്മയിൽ നിൽക്കും, എന്നാലും അതിൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഈ 40ാമത്തെ വയസ്സിൽ പഠിച്ചു പറഞ്ഞത് ഏറ്റവും ഒരു ഗുരു ഇപ്പോൾ വിജയ് സുർസേൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ സംസാരിച്ചിരുന്നു. കോഴിക്കോട് പൂനെക്കാരനാണ്, ഇവിടെ വന്നിട്ട് പഠിപ്പിക്കുന്നതാണ്. മൂപ്പര് രമേശ് നാരായണന്റെ ശിഷ്യനാണ്. ഹിന്ദുസ്ഥാനി. ഹിന്ദുസ്ഥാനി. ഈ ഇപ്പോൾ ഒരു മറ്റേ റഫി നൈറ്റെന്നോ അല്ലെങ്കിൽ റഫിയുടെ പാട്ടുകൾ ഒരു വേദി പാടിയിട്ട് പുറത്തിറങ്ങുമ്പോൾ ഈ ആരാധകരുടെ പ്രതികരണം എങ്ങനെയാണ്? ഭയങ്കര ഞാനും പിന്നെ ഇവിടെ മംഗലാപുരം പരിപാടിക്ക് സ്റ്റേജ് പരിപാടിക്ക് പോയി. അവർ ഇതേമാതിരി ഇതേമാതിരി ഭഗവാൻ തന്നെ പാടുമ്പോൾ അവർ ലാസ്റ്റ് എന്നെ പൊന്തിച്ച് കൊണ്ടേക്കാൻ നോട്ടുമാലൊക്കെ ഇട്ടിട്ടല്ലേ. അതേമാതിരി പിന്നെ ചാവക്കാട് നിന്ന് ഒരു പാർട്ടി പരിപാടി ഏൽപ്പിക്കുന്നത് തന്നെ ഭഗവാനൊക്കെ പാടാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഏൽപ്പിക്കുന്നത്. പാട്ട് പാടുന്നവർ അവർ ചില വീട്ടുകാർക്ക് താല്പര്യമുള്ള ആളുകളുണ്ട്. അങ്ങനെ ആള് പിന്നെ വീട്ടുകാരൻ എന്നെ ഏൽപ്പിച്ച ആള് എന്നോട് പറഞ്ഞ്, അല്ല മൂപ്പർക്കറിയാം ഞാൻ പാടുന്നു. മുഹമ്മദ് അലി എന്ന് പറയും, ഒപ്പന മുഹമ്മദ് അലി, ഫേമസ് ഒപ്പനൻ്റെ ആളാണ്. അപ്പോൾ മൂപ്പര കെയറോഫിലാണ് പോയത്. അങ്ങനെ ഞാൻ ഭഗവാൻ പാടിക്കഴിഞ്ഞപ്പോൾ ഏൽപ്പിച്ച ആള് കിച്ചണിൽ ടൈപ്പ് ചെയ്യും. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കേട്ടില്ല, ഒന്നും കൂടെ പാടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്നും കൂടെ പാടി. അപ്പം ഈ മെഹലുദാസ് ഒരു 10 മെഹലുദാസ് എടുക്കുന്നുണ്ട് റഫി സാബ്. ആ മെഹലുദാസ് ഇങ്ങനെ എടുക്കുമ്പോൾ മൂപ്പര് തോളിൽ കൂടി കഴിച്ചിട്ട് നോട്ട് ഇങ്ങനെ പോക്കറ്റിൽ ഇതിങ്ങനെ ഇടുക, ക്യാഷ് ഇങ്ങനെ 500-ൻ്റെ. അങ്ങനൊക്കെ കുറേ അനുഭവങ്ങൾ കുറേ ഉണ്ട്. പിന്നെ നമ്മളെ ഗൾഫെയർ മുഹമ്മദിൻ്റെ മൂപ്പർക്ക് ഒരു ഓള് എടുത്തിരുന്നത് നായനാർ മുഖ്യമന്ത്രിയായിരിക്കും 87. ആ സമയത്ത് മുഹമ്മദ് അലിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഈ ഒപ്പനൻ്റെ സമയത്ത് നോട്ടിങ്ങനെ പൊട്ടിച്ചിട്ട് അറബികൾ നോട്ടിങ്ങനെ എറിഞ്ഞിട്ട് നല്ല രസേനയായി. ഇപ്പോൾ നമ്മളെ ദാസേട്ടൻ എന്നൊക്കെ മലയാളത്തിൽ പറയുമ്പോൾ കിട്ടുന്നൊരു ആദരവ് അതുപോലെയാണ്. പിന്നെ നമ്മളെ രാജ്യത്ത് മൊത്തം റഫി സാഹിബിന് കിട്ടുന്നൊരു ഇത്. അതിനിപ്പോൾ എവിടെയാണെങ്കിലും, ഉത്തരേന്ത്യ ആണെങ്കിലും ദക്ഷിണേന്ത്യ ആണെങ്കിലും കുറേ ഗായകരാണെങ്കിൽ പോലും റഫി എന്ന് പറയുന്നത് ഭയങ്കര ഒരു വികാരമാണ്. കുറേ ആളുകൾ, ഇപ്പോൾ സൗദാനി സാഹിബുള്ള കുറേ ആളുകളൊക്കെ എപ്പോഴും പാടുന്ന പാട്ട് റഫിയുടെ പാട്ടുകളാണ്. അപ്പോൾ ഈ ഒരു ആദരം മനസ്സിൽ ഇപ്പം നമുക്ക് പല ഗായകരോടും താല്പര്യം ഉണ്ടാവും, ഇഷ്ടമുണ്ടാവും. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ഇദ്ദേഹത്തിനോടുള്ള ആൾക്ക് ഒരു താല്പര്യം തോന്നാൻ അതെന്താണ് അതിൻ്റെ ഒരു കാരണം? ഒന്നാമത്തെ സ്വഭാവം എല്ലാവരോടും നല്ല ഭയങ്കര പെരുമാറ്റമാണ്. ഇപ്പം ലതാജിനായിട്ട് എന്തോ ഒരു പിന്നെ ഈ റോയൽറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അന്ന് റഫി സാബ് നമ്മൾ പാടിക്കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞ് ഇത് പിന്നെ ലതാജിയൊക്കെ പറഞ്ഞത് നമ്മളെ പാട്ട് മറ്റുള്ളവരത് ഉപയോഗിക്കുന്നതനുസരിച്ച് നമുക്ക് പ്രതിഫലം കിട്ടണം എന്നുള്ളത്.
റഫീ സാബ് അതിനോട് എതിർത്ത് അങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റഫീ സാബ് ഈ പിന്നെ ഒരു പുതപ്പ് ഇങ്ങനെ ഈ തണുപ്പ് കാലങ്ങളിൽ ഡൽഹിയിൽ പിന്നെ ചേരിയിലൊക്കെ പുറത്ത് താമസിക്കുന്ന അവർക്കൊക്കെ ഈ തണുപ്പ് കാലങ്ങളിൽ പുതപ്പ് വരുമല്ലോ. അപ്പോൾ ഈ റഫീ സാബ് വരച്ചതിന് ശേഷം ആ പുതപ്പ് കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. മുമ്പ് അതായത് വലത്ത് കൈ കൊടുക്കുന്ന അറിയാൻ പാടില്ല എന്നുള്ള ആ ലെവലിലാണ് മുമ്പര്. പിന്നെ ഇതേമാതിരി ഭഗവാന് പാടുമ്പോൾ പിന്നെ ശരിയാവാഞ്ഞിട്ട് റഫീ സാബിൻ്റെ തൊണ്ടേന്ന്, അതായത് മൂപ്പർക്ക് ഒരു താല്പര്യം പോരാന്ന് പറഞ്ഞിട്ട് മൂപ്പര് തൊണ്ടേന്ന് രക്തം വന്നിക്കണമെന്നാണ് വീണ്ടും ഭഗവാനെ ആ രക്തവാലൊക്കെ ഘടിപ്പിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഈ സ്മാരകം എന്ന് പറഞ്ഞാൽ ഈ പ്രതിമയല്ല ഉദ്ദേശിക്കുന്നത്. ഈ സ്മാരകം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പേരിലുള്ള എന്തെങ്കിലും പിന്നെ അക്കാദമി അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ കൂടുതൽ എനിക്ക് അങ്ങനെയൊന്നും മറ്റേ റഫീ സാഹിബിനും വന്നിട്ടില്ല. കോഴിക്കോട് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഈ സർക്കാർ തലത്തിൽ അങ്ങനെ ഒരു അംഗീകാരമൊന്നും ആർക്കും കിട്ടിയിട്ടില്ലല്ലോ അല്ലെ. പക്ഷെ ജനമനസ്സിൽ അവരൊക്കെ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്കാണ് ഈ മറ്റുള്ള ഗായകർ, മുകേഷ് ജി ആണെങ്കിലും മറ്റുള്ളവരൊക്കെ, മന്നാടെ കുറേ ഗായകരുണ്ട്, കിഷോർ കുമാർ മലയാളത്തിലടക്കം പാടിയിട്ടുള്ള, മന്നാടിയും പാടിയിട്ടുണ്ട്. പക്ഷെ എണ്ണത്തിൽ കുറവാണെങ്കിൽ അവരൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ അവർ എന്നാലും പിന്നെ ജനമനസ്സിൽ ഇവരൊക്കെ ജീവിക്കുന്നെങ്കിൽ പോലും ഒരു അങ്ങനെ ഒരു പിന്നെ അംഗീകാരങ്ങളും കാര്യങ്ങളും ഒന്നും ജനങ്ങളുടെ ഇടയിൽ മനസ്സിലുണ്ട്. സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു അങ്ങനെ പെട്ടെന്ന് ഒരു കിഷോർ നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നില്ല. അത് റഫീ സാബിന്റെ പാട്ടിനോടുള്ള താല്പര്യം തന്നെയാണ്. അത് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. ഇപ്പൊ കോഴിക്കോടുണ്ട്, ഇതൊന്ന് കൊച്ചി, പിന്നെ ഈ മട്ടാഞ്ചേരി ഭാഗത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. പ്രധാനപ്പെട്ട 3 ടൗൺ ആണ്. തൃശ്ശൂരൊക്കെ പിന്നെ അങ്ങനെയുള്ള രീതിയിലൊന്നും നടക്കില്ലെങ്കിൽ ഈ 3 സ്ഥലത്തും കൃത്യമായിട്ട് നടക്കുന്നു. പിന്നെ തലശ്ശേരി ഉണ്ട്, ഞാൻ പറഞ്ഞു. തലശ്ശേരി വന്നിട്ടുണ്ട്, നേരത്തെ വന്നിട്ടുണ്ട്. തലശ്ശേരി ഉണ്ട്. റഫീ സാബിനെ സംബന്ധിച്ച് എല്ലാ ഗായകർക്കുള്ള പോലെ ഒരു ഇടവേള വന്നു അല്ലേ? അതെന്തായിരുന്നു അതിന്റെ ഒരു കാരണം? അത് ഇടവേള പറയുമ്പോ എല്ലാവരും ഒരേപോലെ തിളങ്ങി നിൽക്കില്ല. ഇപ്പൊ യേശുദാസ് എനിക്ക് തോന്നുന്നു ദാസേട്ടനാണ് അത്തരം ഒരു ഇടവേള വരാത്തൊരു ഗായകൻ. ബാക്കി എല്ലാവർക്കും ഇടവേളകളാണ്. നമ്മളെ മലയാളത്തിൽ വെച്ച് നോക്കും. ഈ റഫീ സാബിന്റെ എന്തായാലും അത് ഈ രാജേഷ് ഖന്ന വന്ന ഫിലിമിൽ വരുന്ന സമയത്താണ് ആരാധന എന്നുള്ള സിനിമ. അതില് പിന്നെ കിഷോറാണ് പിന്നെ വരുന്നത്. സാദൃശ്യം. പക്ഷെ കിഷോർ സാബും റഫീ സാബും ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. ഒരു തമ്മിൽ ഒരു പ്രശ്നമില്ല. ചില ആളുകൾ അങ്ങനെ ഒക്കെ പറയും. അതാണ് ആരാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ റഫീ സാബ് പിന്നെ ജഡ്ജിന് പോലും ഇപ്പോൾ ഇവിടെ ആയിട്ട് അങ്ങനെ നേരം കുറച്ച് ഇടവേള വന്ന് അതിലാണ് പിന്നെ ലാസ്റ്റ് പിന്നെ ആത്തിമര സത്യം എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നത്. അപ്പോൾ അത് കുറേ പാട്ടുകൾ കിഷോറിൻ്റെ ആണ്. ലാസ്റ്റ് റഫീ സാബിൻ്റെ ഒരൊറ്റ പാട്ടുള്ളൂ. നഫ്രത്ത് കി ദുനിയാ കോ ചോഡ് കെ ഖുശ് രഹനാ മേരെ യാർ, അങ്ങനെ ഒരു പാട്ട്. അത് ആ പാട്ടാണ് ശരിക്കും തിയേറ്റർ തന്നെ കുലുങ്ങി പോകുന്നത്. ഒരു പാട്ട്. പിന്നെ റഫീ സാബിന് ക്യാ ഹുവാ തെരാ വാദ, അതിലൊക്കെ റഫീ സാബ് അവാർഡ് കിട്ടി. പിന്നെ അങ്ങോട്ട് പർദ അങ്ങനെയുള്ള കുറേ പാട്ടുകൾ, പിന്നെ കുറേ ഹിറ്റ് പാട്ടുകളാണ്. പക്ഷെ ആരും അങ്ങനെ പാടാത്ത പാട്ടുകൾ കുറേ പാട്ടുകളുണ്ട്. ചരാഗ് ദിൽ കാ ജലാവോ ബഹുത് അന്ധേരാ ഹൈ, ചരാഗ് ദിൽ കാ ജലാവോ बहुत अंधेरा है, कहीं से लौट के आओ बहुत अंधेरा है, चिराग दिल का जलाओ बहुत अंधेरा है. അതൊക്കെ പിന്നെ റയർ പാട്ടുകളിൽ പെട്ടാണ്. വേറൊരു പാട്ട് കൂടി
मोहब्बत के सुहाने दिन, जवानी की हंसी रातें, जुदाई में नजर आती है ये सब ख्वाब की बातें, मोहब्बत के सुहाने दिन. അങ്ങനെ രാജ്കുമാറിന് വേണ്ടിയിട്ട് പാടുക. मन रे तू है नदीर धरे, ओ नेरे मोही मोह न जाने, जिनका मोह करे, इतना ही उपकार समझ कोई, जितना प्यार निभा दे, आए रंग मने ओ मन रे तू है नदीर धरे, ओ नेरे मोही मोह न जाने, जिनका मोह करे. പിന്നെ റഫി സാബിൻ്റെ ഒരു പാട്ട് ജിസ് രാത്ത് എന്ന് തുടങ്ങുന്ന ഗാനം. ജിസ് രാത്ത് കെ ഖ്വാബാം वो ഹാവോं की राताയി. ആ പാട്ട് റഫി സാബ് പാടിയിട്ട് നൗഷാദ് സാബ് അതിൻ്റെ പ്രതിഫലം ചോദിച്ചപ്പോൾ മൂപ്പർ പറഞ്ഞ് ആ പാട്ട് തന്നെയാണ് എൻ്റെ പ്രതിഫലം, പൈസ വേണ്ട. അങ്ങനെ 5 ഒന്നും വാങ്ങിയില്ല, പൈസ വാങ്ങിയില്ല. അങ്ങനെയൊക്കെ ചരിത്രങ്ങളുണ്ട്. ഈ മറ്റേ നൗഷാദിലയുടെ പാട്ടുകളൊക്കെയാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹിറ്റായ പാട്ടുകളാണ്. പാടിയത് വേറെ ആളാണെങ്കിൽ ശങ്കർ ജയകൃഷ്ണനും ഒപ്പിനേരൊക്കെ ഭയങ്കര ടഫ് പാട്ടുകളാണ്. ആനാ राह में कुछ फेर नहीं है, भगवान का घर देर है, अंधेर नहीं है. അങ്ങനെ ആ ഒപ്പിനെയായിരുന്നു. നൗഷാദ് സാബിന് പിന്നെ കുറേ പാട്ടുകൾ എല്ലാവർക്കും അറിയുന്ന, പിന്നെ ഇതൊക്കെ അല്ലേ, സിന്ദാബാദ് 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 ഹേ മുഹബ്ബത്ത് സിന്ദാബാദ്. ആ പാട്ടൊക്കെ റഫി സാബിൻ പിന്നെ നൗഷാദ് സാബിൻ്റെ. ആ ലതാജിൻ്റെ പാടിയ ജവാദ കിയാ നിഭാനാ പടേഗാ, रोके ज़माना चाहे रोके खुदाई, तुमको आना पड़ेगा, जो वादा किया वो निभाना पड़ेगा. പിന്നെ സുമൻ കല്യാൺപൂർ जी बेखुदी में सनम उठ गए जो कदम, आगे 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 पास हम, ആകെ പാസ് ഹം. അങ്ങനെയുള്ളത്. ആശൻ്റെ കൂടെ പാടിയത് ഓഹോ ये देख के दिल झूमा ले प्यार में अंगड़ाई, ദീവാന ഹുവാ ബാദൽ. ഈ റഫി നൈറ്റിൽ സാധാരണ അദ്ദേഹത്തിന് ചരമവാർഷികത്തിന് സമയത്താണ് കോഴിക്കോട് നടക്കാറ്. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ട് ഏതാ? ഏറ്റവും കൂടുതൽ പിന്നെ ആനെ സുസ്കയായ ബാർ, അത് ഓഡിയൻസിന് ഭയങ്കര അതൊന്ന് താല്പര്യം. ഒരു 2 വരി. आने से उसके
आए बाहर जान से उसके जाए बाहर बड़ी मस्तानी है मेरी महबूबा मेरी जिंदगानी है मेरी महबूबा.